നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെന്നും വളരണം, വചനമൊഴുകണം, ലോകമെന്നും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം, നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും ശാന്തിയും എല്ലാവരിലും നിറഞ്ഞു നിൽക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആയിരത്തി 1992 ഒക്ടോബർ 25 വലിയൊരു ചരിത്ര സംഭവം നടന്നു. റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ക്ലരീഷ്യൻ സന്യാസ സമൂഹത്തിലെ 51 വ്യക്തികളെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു, രക്തസാക്ഷികൾ. സ്പെയിനിലെ ബാർസിലോണ അടുത്ത് ബാർബാസ്ട്രേ എന്ന സ്ഥലം, അവിടെ ക്ലരീഷ്യൻ സന്യാസ സമൂഹത്തിൻ്റെ ഒരു സെമിനാരി. അവിടെ ആ സെമിനാരിയിൽ വൈദികരും വൈദിക വിദ്യാർത്ഥികളും അവരെ സഹായിക്കുന്നവരുമായിട്ട് 51 വ്യക്തികളാണ് ഉണ്ടായിരുന്നത്. ക്ലരീഷ്യൻ സന്യാസ സമൂഹം ഈ സെമിനാരി പരിശീലനം ലക്ഷ്യം വെച്ചിരുന്നത് ലോകമെങ്ങും മിഷനറിമാരെ അയക്കുക. ആ വലിയൊരു ദൗത്യത്തോടു കൂടിയാണ് ഈ സന്യാസ സമൂഹം ഈ ബാർബാസ്ട്രയിൽ ആരംഭിച്ചതും പ്രവർത്തിച്ചതും മുന്നോട്ട് പോകുന്നതും എല്ലാം. 1936 ആഭ്യന്തര യുദ്ധത്തിൽ ഈ 51 പേരും ദാരുണമായി കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. 1930 മുതൽ സ്പെയിനിൽ അരങ്ങേറിയ ആഭ്യന്തര കലഹം ആഗോള സഭയെ തന്നെ ഞെട്ടിച്ചിരുന്നു. ക്രൈസ്തവ ഭൂരിപക്ഷമായ സ്പാനിഷ് മണ്ണിൽ അതേ വിശ്വാസത്തെ പ്രതി അനേകർ ജീവൻ ത്യജിച്ചു. 1936 ഓഗസ്റ്റ് മാസം ബാർബാസ്ട്രയിലെ ക്ലാരീഷ്യൻ സെമിനാരിയിൽ ആക്രമികളുടെ തോക്കിൻ മുമ്പിൽ ഈയാമ്പാറ്റകളെ പോൽ ആശ്രമവാസികളായ 59 പേർ മരിച്ചു വീണു. കറുത്ത പക്ഷികളെ കൊന്നു തള്ളുവിൻ എന്ന കലാപകാരികളുടെ ആക്രോശത്തെ ജപമാലകളേന്തി ക്ലാരിഷ്യൻ സഭാംഗങ്ങൾ വിശ്വാസത്തെ നെഞ്ചിലേറ്റി ഓരോ വെടിയുണ്ടകളും ഏറ്റുവാങ്ങി. സ്പെയിൻ ആയിരക്കണക്കിന് മിഷണറിമാരെ സംഭാവന ചെയ്ത മഹത്തായൊരു രാജ്യമാണ്. വളരെ കുറഞ്ഞ ജനസംഖ്യ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ, 2.5 കോടി ആളുകൾ. ഇന്ന് 4.5 കോടി ആളുകൾ സ്പെയിനിലുണ്ട്. അപ്പോൾ നമുക്കറിയാം എത്ര ചെറിയൊരു രാജ്യമാണ്, എത്ര ആളുകളാണുള്ളത് എന്ന്. 2ാം ലോക മഹായുദ്ധത്തിന് മുൻപ് 1ാം ലോക മഹായുദ്ധം കഴിഞ്ഞും സ്പെയിനിൽ വളരെയധികം മാറ്റങ്ങളുണ്ടായി. 1ാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നിരീശ്വര പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിച്ചിരുന്നു സ്പെയിനിൽ. അത് വിശ്വാസ സമൂഹത്തെ വളരെയധികം ഉലച്ചിരുന്നു. വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യ ചിന്തകൾ അത് ഫ്രാൻസിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നും
ആനുകാലിക സംഭവങ്ങൾ ചേർത്ത് വെച്ച് ഒരു പുതിയ സാമൂഹ്യ ക്രമം തന്നെ രൂപപ്പെട്ടു വന്നുകൊണ്ടിരുന്നപ്പോൾ അത് സ്പെയിനിനെയും ബാധിച്ചു. സ്പെയിനിൽ 1800-കളുടെ പകുതിയോടുകൂടി മതനിരാസം തന്നെ ഉണ്ടായി, കടുത്ത മതനിരാസം. ആളുകൾ വിശ്വാസം ഉപേക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുന്നവർക്കെതിരെ ശക്തമായിട്ട് പോരാടാനും ആക്രമിക്കാനും വെടിവെച്ച് കൊല്ലുവാനും ആരംഭിച്ചു. അതിൽ വിവിധ രീതികളിലുള്ള ഗ്രൂപ്പുകൾ, ഏറെ പ്രത്യേകമായിട്ട് ഫ്രീ മേസൺ ഗ്രൂപ്പുകൾ, അങ്ങനെയുള്ള ഫ്രീ മേസൺ സ്വാധീനം വളരെ ശക്തമായിരുന്നു സ്പെയിനിൽ. അവർക്ക് സഭയെ തകർക്കുക എന്ന ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. അതിനെല്ലാ വിധത്തിലുള്ള അവരുടെ മാർഗങ്ങളും അവർ ഉപയോഗിച്ചു. അങ്ങനെ സ്പെയിൻ മതത്തിന് എതിരായിട്ടുള്ള ഒരു മുന്നേറ്റം അവിടെ കാണാൻ സാധിക്കും. പലപ്പോഴും ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു, വൈദികർ മെത്രാന്മാർ കൊല്ലപ്പെട്ടു, അവഹേളനങ്ങളുണ്ടായി, വിശുദ്ധ കുർബാനയോടുള്ള അവഹേളനങ്ങളുണ്ടായി. ഇങ്ങനെയുള്ള വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ വിശ്വാസത്തിന് വേണ്ടി ശക്തമായിട്ട് നിലനിന്ന വിഭാഗവുമുണ്ട്. കാരണം വിശ്വാസം ദൈവം നൽകിയ വലിയൊരു ദാനമാണെന്നറിഞ്ഞ ആഴമായിട്ടുള്ള ദൈവവിശ്വാസികൾ അതെവിടെയും നമുക്ക് കാണുവാൻ സാധിക്കും. ഈ കാലഘട്ടത്തിലും പ്രതിസന്ധികളുണ്ടെങ്കിലും നമുക്ക് ഒരു കമ്പോള സംസ്കാരം നമ്മെ ആക്രമിക്കുമ്പോഴും ഇതിൽ നിന്ന് ദൂരെ നിൽക്കുന്ന എത്രയോ ആഴമായി വിശ്വാസമുള്ള ഒരു സമൂഹത്തെ നമുക്ക് അഭിമാനത്തോടുകൂടി ഓർക്കുവാൻ കഴിയും. അതുതന്നെ സ്പെയിനിലുമുണ്ടായി. വിശ്വാസമില്ല, വിശ്വാസം സംരക്ഷിക്കുന്ന മെത്രാന്മാരും വൈദികരും കൊല്ലപ്പെടണം, അവർ നടത്തുന്ന ആശുപത്രികൾ ഇല്ലാതാകണം, അവർ നടത്തുന്ന ഭവനങ്ങൾ, വിദ്യാലയങ്ങൾ നിലനിൽക്കാൻ പാടില്ല. ഇത്തരം ലക്ഷ്യത്തോടു കൂടി ഒരു സംസ്കാരത്തെ, ഒരു വിശ്വാസത്തെ തകർക്കാൻ എല്ലാ വിധത്തിലും ഈ അന്ധകാര ശക്തികൾ കടന്നു വന്നിരുന്നു. 1900 ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഇത് വളരെ ശക്തി പ്രാപിച്ചു. ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞു. കൂടുതൽ പ്രശ്നങ്ങൾ സ്പെയിനിലുണ്ടായി. സ്പെയിനിൽ വ്യത്യസ്തമായിട്ടുള്ള, സ്പെയിനിൻ്റെ വിവിധ മേഖലകളിൽ വ്യത്യസ്തമായിട്ടുള്ള സഭയ്ക്കെതിരായ ഗ്രൂപ്പുകൾ ഉയർന്നു വന്നു. അവരെല്ലാം ഒരുമിച്ച് ചേർന്നു. അവിടെ തുടർന്ന് ലിബറൽസ്, അങ്ങനെ ആ ലിബറൽ ഗ്രൂപ്പുകൾ ശക്തമായപ്പോൾ സഭ അവിടെ ഞെരുങ്ങി, വിശ്വാസ സമൂഹം ഞെരുങ്ങി. എല്ലാ വിധത്തിലും മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത വിധത്തിൽ വിശ്വാസം തകർക്കപ്പെടുകയായിരുന്നു ചെയ്യുന്നത്. കാരണം ദേവാലയങ്ങളില്ലാതെ ആ വൈദികർ ആക്രമിക്കപ്പെടുകയാണ്. അപ്പോൾ വലിയ മതമർദ്ദനം നടക്കുകയാണ്. 1930 റിപ്പബ്ലിക് ഗ്രൂപ്പ്, അതായത് റഷ്യൻ പിന്തുണയോടുകൂടിയുള്ള റിപ്പബ്ലിക് ഗ്രൂപ്പ്, കമ്മ്യൂണിസ്റ്റ് നിരീശ്വര പ്രസ്ഥാനം അവിടെ ശക്തി പ്രാപിക്കുകയും അവർ ഭരണം കയ്യിലാക്കുകയും ചെയ്തു. അതോടുകൂടി വലിയ യുദ്ധം തന്നെ, വലിയ പ്രതിസന്ധിയാണ് വിശ്വാസ സമൂഹം നേരിട്ടത്. കാരണം അവിടെയുള്ള വിദ്യാലയങ്ങളും എല്ലാം കൂടുതൽ എല്ലാവരും തന്നെ കത്തോലിക്ക സഭ ആയതുകൊണ്ട് സഭ നൽകിയ ആ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം, എവിടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം തകർക്കപ്പെട്ടു, എല്ലാം അടിച്ചമർത്തപ്പെട്ടു, വൈദികർ പുറത്താക്കപ്പെട്ടു, മെത്രാന്മാർ കൊല്ലപ്പെട്ടു. അപ്പോൾ തീർച്ചയായിട്ടും വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിക്കുന്ന ഒരു വിഭാഗവും ശക്തമായിട്ടുണ്ട്. ഇവർ ചെയ്യുന്നത് തിന്മയാണ്, ഇവർ വിതയ്ക്കുന്നത് അന്ധകാരത്തിൻ്റെ വിത്തുകളാണെന്ന് തിരിച്ചറിഞ്ഞൊരു വിശ്വാസ സമൂഹവും ശക്തമായിട്ട് ഇതിനെതിരെ മുന്നോട്ട് വരികയാണ്. 1933 മാർപ്പാപ്പ ഒരു ഇടയ ലേഖനം തന്നെ ഈ റിപ്പബ്ലിക്കൻ ഗ്രൂപ്പിനെതിരെ എഴുതി എന്ന് പറയുമ്പോൾ അവിടെ കലുഷിതമായ ഒരു അന്തരീക്ഷം നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. മാർപ്പാപ്പ ഒരു ചാക്രിക ലേഖനം തന്നെ സ്പെയിനിലെ ആഭ്യന്തര യുദ്ധത്തിനെതിരെ എഴുതുക. അപ്പോൾ വിശ്വാസ സമൂഹം ഇത് ഒരു ദൈവകൽപ്പനയായിട്ട് തന്നെ സ്വീകരിച്ചുകൊണ്ട് ഒരുമിച്ച് വരികയാണ്. 1936 ജൂലൈ 6 ആഭ്യന്തര യുദ്ധം ആരംഭിക്കുകയാണ്. സൈന്യത്തിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ട ജനറൽ ഫ്രാങ്കോയുടെ നേതൃത്വത്തിൽ ആഭ്യന്തര യുദ്ധം ആരംഭിക്കുകയായി. ഈ ആഭ്യന്തര യുദ്ധത്തിൽ അത് അവസാനിക്കുന്നത് 1939 2.5 വർഷത്തിലധികം മിച്ചം നടന്ന ആ യുദ്ധത്തിൽ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചത് സഭയ്ക്കായിരുന്നു, കത്തോലിക്ക സഭയ്ക്കായിരുന്നു. 10 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു ഈ ആഭ്യന്തര യുദ്ധത്തിൽ. എന്നാൽ സഭയിൽ വിശ്വാസത്തിന് വേണ്ടി ചേർന്ന് നിന്ന 13 മെത്രാന്മാർ, ഏകദേശം 7000-ഓളം വൈദികർ, അത്ര തന്നെ സമർപ്പിതർ, 1 ലക്ഷത്തോളം ഈ സഭയോട് ചേർന്ന് നിന്ന, പുരോഹിതരോട് ചേർന്ന് നിന്ന വിശ്വാസം, ഈ വിശുദ്ധ കുർബാനയും വിശുദ്ധരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി
അത് കാവൽ നിന്ന വിശ്വാസ സമൂഹം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ധാരാളം രക്തസാക്ഷികളുണ്ടായി. ശ്രദ്ധേയമായ വിഭാഗത്തിൽ ഇതിൽ ബാഴ്സലോണയിലുള്ള ബാർബസ്ട്രായിലെ ക്ലരീഷ്യൻ സന്യാസവും 51 അംഗങ്ങൾ. അതിൽ വൈദികരുണ്ടായിരുന്നു, സെമിനാരി വിദ്യാർത്ഥികളുണ്ടായിരുന്നു, അവരെ സഹായിക്കുന്നവരുണ്ടായിരുന്നു. ആഭ്യന്തര യുദ്ധം ജൂലൈ മാസത്തിൽ ആരംഭിച്ചു. ഓഗസ്റ്റ് മാസം ആരംഭത്തിൽ ഈ ക്ലരീഷ്യൻസിൻ്റെ ഈ സെമിനാരി പരിശീലന കേന്ദ്രത്തിലേക്ക് ഈ ശത്രുക്കൾ ഇരച്ചു കയറി, അവരെ തടവിലാക്കി. അതിനുശേഷം എല്ലാ വൈദികരെയും സമർപ്പിതരെയും എല്ലാം തടവിലാക്കുന്ന പീറിസ്റ്റ് സന്യാസ സമൂഹത്തിൻ്റെ ഒരു ഓഡിറ്റോറിയം, വലിയ ഓഡിറ്റോറിയം, ആ ഓഡിറ്റോറിയത്തിലേക്ക് ഈ സമർപ്പിതരെയും എത്തിച്ചു. അങ്ങനെ വലിയൊരു ഗ്രൂപ്പ് തന്നെ ആ ഓഡിറ്റോറിയത്തിൽ, പീറിസ്റ്റ് ഗ്രൂപ്പിൻ്റെ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നു. ഇവരെ ഒരു ദിവസമായിട്ടല്ല വെടിവെച്ച് കൊന്നത്, ഘട്ടം ഘട്ടമായിട്ടായിരുന്നു. നിരവധിയായ പീഡനങ്ങൾ ഈ അവസരത്തിൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. അവരെ കൊണ്ടുപോയിട്ട് നിരയായിട്ട് നിർത്തും. അതിനുശേഷം അവർ തോക്ക് ചൂണ്ടി ഇപ്പോൾ വധിക്കും എന്ന് അവർക്ക് തോന്നുന്നത് പോലെ സംഘർഷം അവരിൽ ഉണ്ടാക്കും. അതിനുശേഷം അവരെ ഒന്നും ചെയ്യാതെ തിരികെ വീണ്ടും ഓഡിറ്റോറിയത്തിലേക്ക്, ഈ തടവറയിലേക്ക് കൊണ്ടുവരും. അവർക്ക് ഭക്ഷണം കഴിക്കാനൊന്നും കൊടുക്കുകയില്ല. പ്രാഥമികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളും അവർക്ക് അവിടെ നൽകിയിരുന്നില്ല. അപ്പോൾ ആ അന്തരീക്ഷം എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മാനസികവും ശാരീരികമായ പീഡകൾ, അത് ധാരാളം വൈദികരും അതുപോലെയുള്ള ആത്മായ സഹോദരങ്ങളെല്ലാം ആ തടവറയിലുണ്ടായിരുന്നു. പലരും രോഗികളായിട്ട് തന്നെ അവിടെ മരിച്ചു വീണു. രാത്രിയിൽ കടന്നു വന്നിട്ട്, ഈ ശത്രുക്കൾ കടന്നു വന്നിട്ട്, ഈ ആർമിയുടെ ആളുകൾ കടന്നു വന്നിട്ട് കുറച്ചു പേരെ വിളിച്ചു കൊണ്ടുപോകും. അവരെ ലോറിയിലേക്ക് കയറ്റും. ബാക്കി എല്ലാവരും നോക്കി നിൽക്കും. 1 കിലോമീറ്റർ അകലെ അവരെ നിർത്തിയതിന് ശേഷം വെടിവെക്കും. ആ വെടിയൊച്ച ഈ ഓഡിറ്റോറിയത്തിൽ നന്നായിട്ട് കേൾക്കാം. അപ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ടവർ മരിക്കുന്നത് ഇവർക്ക് അറിയുവാൻ സാധിക്കും. അങ്ങനെ ഈ 51 പേരും അതോടൊപ്പം മറ്റ് തടവിലായിരുന്നവരും കൊല്ലപ്പെട്ടു. എന്തുകൊണ്ട് ഇവർ വിശുദ്ധരുടെ നിരയിലേക്ക് ഇവരെ മാർപ്പാപ്പ 1992 ഉയർത്തി? അതാണ് നമുക്ക് രക്തസാക്ഷികളെ അനുസ്മരിക്കുമ്പോൾ ഓർക്കുന്നത്. ഇവരിൽ 2 പേര് അർജൻറ്റീനയിൽ നിന്നുള്ള, ഈ ക്ലരീഷ്യൻ സന്യാസ സമൂഹത്തിൽ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്നവരിൽ 2 പേര് അർജൻറ്റീനയിൽ നിന്നുള്ളവരായിരുന്നു. അവർ വിദേശികളെന്ന നിലയിൽ അവരെ വധിക്കാതെ അവരെ പുറത്തേക്ക് വിട്ടു. അവർ നൽകിയ റിപ്പോർട്ടാണ് ഇവരെ 51 പേരെയും വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർത്തുന്ന പ്രധാനമായും കാരണമായത്. ഇവർക്ക് ഈ തടവറയിൽ ഇരുന്ന കാലഘട്ടത്തിൽ ഇവരെങ്ങനെ രക്തസാക്ഷിത്വത്തെ സമീപിച്ചു, അത് നമുക്ക് നൽകുന്ന വലിയ പാഠങ്ങളുണ്ട്, ശക്തിയുണ്ട്, കരുത്തുണ്ട്. കാരണം നമ്മൾ അനുദിന ജീവിതത്തിൽ രക്തരഹിതമായ രക്തസാക്ഷിത്വം നേരിട്ട് അനുഭവിക്കുന്നവരല്ല നമ്മൾ ഓരോരുത്തരും. വ്യത്യസ്തമായ രൂപത്തിൽ, ഭാവത്തിൽ പ്രതിസന്ധികൾ, കുരിശുകൾ, വേദനകൾ, വിഷമങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, ആക്ഷേപങ്ങൾ, പരിഹാസം, എന്തെല്ലാം നാം ജീവിതത്തിൽ ഏറ്റെടുക്കുന്നു. അതെല്ലാം ഒരു രക്തസാക്ഷിത്വമാണല്ലോ. അപ്പോൾ നാം അതിനെ സമീപിക്കുന്നത്, ചിലർ അതിനോട് എതിർക്കും, ചിലർ അതിന് പകരം വീട്ടും, ചിലർ നിരാശരാകും, ചിലർക്ക് സന്തോഷം അപ്പാടെ അപ്രത്യക്ഷമാകും, ചിലർ വിവാഹമോചനം നേടും, ചിലർ ആത്മഹത്യയിലേക്ക് എത്തും, ചിലർ തകർന്ന് തരിപ്പണമാകും. എന്നാൽ ഇവിടെ ഈ രക്തസാക്ഷിത്വം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഒന്നാമതായിട്ട് ഇവരോട് ആവശ്യപ്പെട്ടത്, ഈ സെമിനാരി വിദ്യാർത്ഥികളോടും വൈദികരോടും ആവശ്യപ്പെട്ടത്, അവർ കറുത്ത ഉടുപ്പായിരുന്നു ഇട്ടിരുന്നത്. അതുകൊണ്ട് അവരെ കറുത്ത പിശാചുക്കളെ എന്നാണ് വിളിച്ചിരുന്നത്. കറുത്ത പിശാചുക്കളെ, നിങ്ങൾ ഈ വസ്ത്രം ഊരുക, ഞങ്ങൾ നൽകുന്ന വസ്ത്രം അണിയുക, ഞങ്ങളോടൊപ്പം യുദ്ധത്തിൽ അണിചേരുക, നിങ്ങൾക്ക് ജീവിതം കിട്ടും, സമ്പത്ത് ലഭിക്കും, നിങ്ങൾക്ക് അധികാരങ്ങൾ ഞങ്ങൾക്ക് നൽകാം, നല്ലൊരു നാളെ നിങ്ങൾക്കായിട്ട് കാത്തിരിപ്പുണ്ട്, കടന്നു വരൂ. അതായിരുന്നു എന്തൊരു വലിയ പ്രലോഭനമാണ് അവർക്ക് നൽകിയത്. എന്നാൽ ഇതിൽ ഒരാൾ പോലും, ഈ 51 പേരിൽ ഒരാൾ പോലും ഇവരുടെ പ്രലോഭനത്തിന് കീഴടങ്ങിയില്ല, വഴങ്ങിയില്ല എന്നുള്ളത് അഭിമാനത്തോടുകൂടി നമുക്ക് ഓർക്കാം. അവരെ നമുക്ക് വിശുദ്ധരെന്ന പദവിയിലേക്ക് വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ ഉയർത്തുന്നതിന് മറ്റൊരു കാരണമുണ്ടോ? അവരോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ വിശ്വാസം മാറ്റി നിർത്തുക, ഞങ്ങളോടൊപ്പം അണിചേരുക, ഞങ്ങളുടെ സൈന്യത്തിൽ ചേരുക. അവരതിന് സമ്മതിച്ചില്ല.
അവർ പറഞ്ഞു, ഞങ്ങൾ യേശുവിൻ്റെ പട്ടാളക്കാരാണ്, യേശുവിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവരാണ്, ഞങ്ങൾ യേശു വിശ്വാസത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവർ, ഞങ്ങൾ അതിനു തന്നെ ആയിരിക്കും എന്നവർ ഉറക്കെ പറയുകയാണ് ചെയ്യുന്നത്. അവർക്ക് ആ അവസരങ്ങളിൽ അവർ ഓഡിറ്റോറിയത്തിൽ എഴുതിയിട്ട ചില വാക്യങ്ങൾ, ആ അവസരത്തിൽ ഈ അർജൻറ്റീനയിൽ നിന്നുള്ള സഹോദരന്മാർ വഴി അവർ എഴുതിയ കത്തുകൾ, വീട്ടിലേക്ക് എഴുതിയ കത്തുകൾ, ഇതിൽ രക്തസാക്ഷിത്വത്തോടുള്ള അവരുടെ മനോഭാവം നിറഞ്ഞു നിന്നിരുന്നു. സെമിനാരിയിൽ നിന്ന് അവരെ തടവറയിൽ കൊണ്ടുപോരുമ്പോൾ അവർ ആരും കാണാതെ കുസ്തോതിയിൽ വിശുദ്ധ കുർബാന എടുത്ത് ഒളിപ്പിച്ചു കൊണ്ടുവന്നിരുന്നു. ആ വിശുദ്ധ കുർബാന 25 ദിവസമാണ് ആ തടവറയിൽ അവരുണ്ടായിരുന്നത്. ആ 25 ദിവസവും അവർക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ സാധിച്ചു. അവരെഴുതുകയാണ്, ഇന്നും വിശുദ്ധ കുർബാന വളരെ കുറഞ്ഞതേ ഉള്ളെങ്കിൽ ഞങ്ങൾക്ക് സ്വീകരിക്കുവാൻ സാധിക്കുന്നു. എന്തൊരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ അവർക്ക് മരണം മുമ്പിൽ വരുമ്പോഴും ദിവ്യകാരുണ്യത്തോടുള്ള ആഴമായ സ്നേഹം, ക്ലരീഷ്യൻ സന്യാസ സമൂഹം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള സമൂഹമാണ്. പരിശുദ്ധ അമ്മയോടുള്ള അവരുടെ സ്നേഹവും ആ എഴുത്തുകളിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ അവർ പറയുക, ഞങ്ങൾക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിച്ചു, ഞങ്ങൾക്ക് എല്ലാ ദിവസവും ആരാധിക്കുവാൻ സാധിക്കുന്നു. ശത്രുക്കൾ കടന്നു വന്നപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം, ആയുധങ്ങൾ ഏത്? അതിൽ ഒരു വൈദികൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് കൈയിട്ട് ഒരു ആയുധം ഇങ്ങോട്ട് വലിച്ചെടുത്തു, എഴുതു. ഞാൻ പറഞ്ഞല്ലോ, വിമല ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ട സമൂഹമാണ്. ജപമാല, ഇതാണ് ഞങ്ങളുടെ ആയുധം. ധീരതയോടുകൂടി പങ്കുവെക്കുക, ഇതാണ് ഞങ്ങളുടെ ആയുധം. എന്തൊരു മനോഹരമായ വാക്കുകളാണ്. വിമല ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ട ആ സന്യാസ സമൂഹത്തിൻ്റെ ആയുധം ജപമാല അല്ലെങ്കിൽ മറ്റെന്താണ്? അപ്പോൾ ജപമാല ഉയർത്തിക്കൊണ്ട് പറയും, ഇതാണ് ഞങ്ങളുടെ ആയുധം. ആ ആയുധമായിരുന്നു അവർക്ക് ശക്തി നൽകി. അതായത് ദിവ്യകാരുണ്യം, പരിശുദ്ധ അമ്മ. മരണം മുമ്പിൽ നിൽക്കുമ്പോഴാണ്, ശത്രുക്കൾ അടുത്ത് നിൽക്കുമ്പോഴാണ് ഒരു സഹോദരൻ തൻ്റെ അമ്മയ്ക്ക് എഴുതി, അമ്മേ, എൻ്റെ ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങൾ വന്നെത്താൻ ഇനി മണിക്കൂറുകളേ ഉള്ളൂ. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ടുമുട്ടുകയില്ല. സ്വർഗത്തിൽ അമ്മയെ കാണാമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അമ്മ എന്നെ ഈ സെമിനാരിയിൽ ഒരു വൈദിക വിദ്യാർത്ഥിയായി പറഞ്ഞയച്ചു. അതിൻ്റെ ഈ വലിയൊരു രക്തസാക്ഷിത്വം എനിക്കതുവഴി ലഭിക്കുകയാണ്. ഞാൻ എത്രയോ ഭാഗ്യമുള്ളവനാണ്. മറ്റു പലർക്കും കിട്ടാത്തൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. ഞാൻ സന്തോഷിക്കുന്നു, ഞാൻ ആഹ്ലാദിക്കുന്നു. എൻ്റെ യേശുവിനെ എത്രയും വേഗം കണ്ടുമുട്ടാമല്ലോ എനിക്ക് സ്വർഗത്തിൽ. പിതാവായ ദൈവത്തോടൊപ്പം ചേരാമല്ലോ. സഹോദരൻ സ്വന്തം അമ്മയ്ക്ക് എഴുതുകയാണ്, ഇനി നമ്മൾ കണ്ടുമുട്ടുകയില്ല, സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാം. പക്ഷേ എനിക്ക് അതിനു മുമ്പേ ത്രിത്വത്തോടൊപ്പം ചേരാമല്ലോ. അപ്പോൾ രക്തസാക്ഷിത്വം മുമ്പിൽ വരുമ്പോൾ എത്ര ശക്തിയോടുകൂടിയാണ് അതിനോട് ചേർന്ന് നിൽക്കുക. അന്ന് അവരെഴുതിയ കത്തുകളിലും ഓഡിറ്റോറിയത്തിൽ എഴുതിയ വാക്കുകളിലും എല്ലാം സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് രക്തസാക്ഷിത്വം സമ്മാനിച്ച പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾക്ക് നന്ദി. ഒരു ജോബ് പറയുന്നത് പോലെ, ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, എനിക്കെതിരെ ആരോപണമുള്ള അവരെ ഞാനൊന്ന് കണ്ടിരുന്നെങ്കിൽ, അവർ എല്ലാ ആരോപണങ്ങളും എഴുതി തരുന്നത് ഞാൻ എൻ്റെ ശിരസിൽ ഒരു കിരീടമായിട്ട് വെക്കുമായിരുന്നു. എൻ്റെ ശത്രുക്കളെ ഞാനൊന്ന് കണ്ടിരുന്നെങ്കിൽ അവരെഴുതി തരുന്ന ആരോപണങ്ങൾ ഒരു കിരീടം പോലെ ഞാൻ എൻ്റെ ശിരസിൽ വയ്ക്കുമായിരുന്നു. ഞാൻ അവർ വരുമ്പോൾ ഞാനൊരു ചുവന്ന പരവതാനി വിരിക്കുമായിരുന്നു അവരെ സ്വീകരിക്കുവാൻ. എന്തൊരു വലിയ ആഴമായ ആധ്യാത്മികതയാണ് ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. മനോഹരമല്ലേ? എൻ്റെ ശത്രു വരുമ്പോൾ അവനെ സ്വീകരിക്കുവാൻ ഞാനൊരു ചുവന്ന പരവതാനി വിരിക്കുമെന്ന്. ഒരു രാജാക്കന്മാരെ സ്വീകരിക്കുമ്പോൾ, രാജകുമാരന്മാരെ സ്വീകരിക്കുമ്പോൾ വിരിക്കുന്ന പരവതാനി ഞാൻ അവർക്കായിട്ട് വിരിക്കും. അതാണ് ആ ആഴമായ ആധ്യാത്മികതയാണ് ഇവിടെ ഈ സഹോദരന്മാർ ദർശിക്കുന്നത്. നിങ്ങളോടുള്ള വലിയ സ്നേഹം, അതാണ് ഇവിടെ അവർ പ്രകടമാക്കിയത്. തുടർന്ന് അവരെഴുതുകയാണ്, ഞങ്ങൾക്ക് നിങ്ങളോട് പകയില്ല, സ്നേഹം മാത്രം. ഞങ്ങൾക്ക് ഒരു പ്രാർത്ഥന മാത്രമേ, ദൈവമേ ഇവരോട് ക്ഷമിക്കണമേ. അവരുടെ എല്ലാ എഴുത്തുകളിലും, ഓഡിറ്റോറിയത്തിൻ്റെ എല്ലാ സൈഡുകളിലും അവരെഴുതിയ വാക്കുകളിലെല്ലാം, കൊച്ചു കൊച്ചു സെൻറ്റൻസുകളിൽ എല്ലാത്തിലുള്ള ആശയം നമുക്ക് പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ഇതാണ്. നിങ്ങൾക്ക് ഇത് രക്തസാക്ഷിത്വം സമ്മാനിച്ച നിങ്ങൾക്ക് നന്ദി. നിങ്ങളോട് ഞങ്ങൾക്ക് പകയില്ല, ദൈവം നിങ്ങളോട് ക്ഷമിക്കട്ടെ. എത്രയോ വലിയ ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ നിന്റെ മുഖത്തടിച്ചത് ആര് എന്ന് പറയുമ്പോൾ നിശബ്ദനായിരുന്ന യേശു,
മലയുടെ മുകളിൽ വെച്ച് അവൻ്റെ വസ്ത്രങ്ങൾ ഒന്നൊന്നായിട്ട് ഉരിഞ്ഞു നീക്കിയപ്പോൾ നിശബ്ദനായ യേശു തൻ്റെ കുരിശുമരണത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു വാക്കുപോലും ഉരിയാടാത്ത കുഞ്ഞാട്, ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുന്നുണ്ടെങ്കിൽ സ്വയം പരിത്യജിക്കട്ടെ, കുരിശെടുത്തുകൊണ്ട് വരട്ടെ എന്ന വാക്കുകൾ 100% അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കിയ ഈ ക്ലരീഷ്യൻ സന്യാസ സമൂഹത്തിലെ അവർ വിശുദ്ധരല്ലെങ്കിൽ മറ്റാരാണ് വിശുദ്ധർ? അവർ നൽകുന്ന പാഠം അതാണ്. കർത്താവേ, ഇവർ ചെയ്യുന്നത് ഇവരറിയാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ഗുരുനാഥൻ്റെ കാലടികളെ പിഞ്ചൊന്നു അക്ഷരാർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും. നമുക്ക് ഈ പ്രിയപ്പെട്ടവർ എഴുതുകയാണ്, നന്ദി, നിത്യതയിലേക്ക് ഞങ്ങൾ കടന്നു പോകാൻ സ്ഥലമൊരുക്കിയതിന് ശത്രുക്കളോട് ഞങ്ങൾ ക്ഷമിക്കുന്നു. ഈ ക്ലരീഷ്യൻ സന്യാസ സമൂഹത്തിൻ്റെ 51 പേരുടെ രക്തസാക്ഷിത്വം 1992 ഒക്ടോബർ 25 മഹാനായ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ച ഈ 51 പേര് നമുക്ക് ആവേശം നൽകണം, ശക്തി നൽകണം, കരുത്ത് നൽകണം. അനുദിന ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മളെ ദ്രോഹിക്കുമ്പോൾ ക്ഷമയോടെ നിശബ്ദതയോടെ അത് സ്വീകരിക്കുവാൻ, കാരണം അത് രക്തസാക്ഷിത്വമാണ്. നമുക്കവരെ തിരിച്ചടിക്കുവാൻ എല്ലാ തോന്നലുകളുണ്ടാകും. അവർക്കെതിരെ പൊരുതാൻ നമ്മുടെ മനസ്സ് നമ്മളോട് പറയും. അത് തിന്മയുടെ ശക്തികളാണ്. എന്നാൽ യേശുവിൻ്റെ തിരുവിലാവിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന രക്തത്തുള്ളികൾ ക്ഷമയുടേതാണ്, സഹനത്തിൻ്റേതാണ്, അത് ആ സ്നേഹത്തിൻ്റെ ആലിംഗനത്തിൻ്റേതാണ്. അത് സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം, കഴിയണം. രക്തസാക്ഷികളുടെ ജീവിതം പഠിക്കുമ്പോൾ എത്രയോ കാര്യങ്ങളാണ്. ഈ പ്രിയപ്പെട്ട രക്തസാക്ഷികൾ സ്പെയിനിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ, അവർ പ്രത്യേകമായ സാഹചര്യത്തിൽ ആഭ്യന്തര കലാപം ഉണ്ടാകുകയും സഭ പീഡിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അതിന് പ്രത്യേക സാഹചര്യമുണ്ട്. ഈ 51 ക്ലരീഷ്യൻ സന്യാസ സമൂഹങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? അവരൊന്നും തന്നെ ചെയ്തില്ല. പക്ഷേ അവരും ഈ സഹനത്തിന് ഇരകളായിത്തീരുകയാണ്. ഒരുപക്ഷെ സമൂഹത്തിൽ മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റിന് നാം ഇരകളായിത്തീരും. അപ്പോഴോ സമചിത്തത കൈവിടാൻ പാടില്ല. ധീരതയോടുകൂടി സുവിശേഷം പ്രസംഗിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് കൂടുതൽ തീഷ്ണതയോടുകൂടി പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം. ഈ വലിയൊരു സന്ദേശമാണ് ഈ 51 രക്തസാക്ഷികൾ നമുക്ക് നൽകുക. നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് അവർക്കുണ്ടായിരുന്ന ആഴമായ സ്നേഹം, സഹനത്തിൻ്റെയും വേദനയുടെയും ദുഃഖത്തിൻ്റെയും നിമിഷങ്ങളിൽ നമുക്ക് അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ തണലിലേക്ക് നമുക്ക് ചേക്കേറാം. അവിടെ നമുക്ക് അഭയം തേടാം. ഈ പ്രിയപ്പെട്ട ക്ലരീഷ്യൻ സന്യാസ സമൂഹങ്ങൾ ജപമാലയിലായിരുന്നു മുറുകെ പിടിച്ചിരുന്നത്, അഭയം കണ്ടെത്തിയിരുന്നത്, തണൽ കണ്ടെത്തിയത്, ആശ്വാസം തേടിയത്. നമുക്കും അമ്മയുടെ തിരുഹൃദയത്തിന്, വിമല ഹൃദയത്തെ ആശ്രയിക്കാം. നമുക്ക് ശക്തി കിട്ടും. നമ്മുടെ വേദനകളുടെയും ഒറ്റപ്പെടലിൻ്റെയും കുറ്റപ്പെടുത്തലുകളുടെയും ആക്ഷേപത്തിൻ്റെ എല്ലാം നടുവിലും നമ്മൾ ഒരിക്കലും നഷ്ടധൈര്യരാകരുത്, നിരാശപ്പെടരുത്. ജീവിതത്തിൽ എന്നും ശക്തി പ്രാപിച്ചുകൊണ്ട് പുണ്യത്തിൽ നമുക്ക് വളരുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ പറയാൻ പറ്റും, ഇതാ കർത്താവിൻ്റെ ദാസി. അതിനുള്ള കൃപ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 51 പേരോടും ഈ ക്ലരീഷ്യൻ സന്യാസ സമൂഹത്തിലെ സ്പെയിനിലെ രക്തസാക്ഷികളോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വേദനകളുടെയും ദുഃഖങ്ങളുടെയും രക്തസാക്ഷിത്വത്തിൻ്റെയും നിമിഷങ്ങളിൽ പ്രത്യാശ കൈവിടാതെ സ്നേഹത്തോടുകൂടെ വിശ്വാസം ശക്തമായിട്ട് പ്രഘോഷിക്കാനുള്ള ശക്തി നൽകണമേ, കരുത്ത് നൽകണമേ എന്ന് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ. അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രക്തസാക്ഷിത്വം ക്രിസ്തു മാർഗചരിച്ചോരനേകർ നിണമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ നടത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം.